ഇന്ത്യയിലെ ആകെ ഓരോ സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനം ശരാശരി അവരുടെ വരുമാനത്തിൻ്റെ 53% സെൻട്രൽ നിന്നുള്ള വിഹിതമാണെങ്കിൽ കേരളത്തിന് 25 രൂപയെ കിട്ടുന്നുള്ളൂ, 20% കിട്ടുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? കേരളത്തിന് 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഇന്ത്യയിലെ ആകെ ധനകാര്യ കമ്മീഷൻ നിർദ്ദേശം അനുസരിച്ച് കിട്ടിക്കൊണ്ടിരുന്നത് 3 രൂപ 82 പൈസയായിരുന്നു. 3.82% ആയിരുന്നെങ്കിൽ കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് അത് 1.92%, നേരെ പകുതിയായി ചുരുങ്ങി. ഈ തരത്തിൽ വെട്ടിക്കുറവ് വരാൻ വേണ്ടിയിട്ടും കിട്ടാതിരിക്കാനും വേണ്ടി കേരളത്തിലെ ജനങ്ങൾ എന്ത് പാതകമാണ് ചെയ്തത്? എന്താണ് ഇതിനകത്ത് BJPയുടെ സംസ്ഥാന നേതാക്കന്മാരുടെ സമീപനം? എന്ത് പ്രചരണം നടത്തിയിട്ട് രാഷ്ട്രീയം പറയുന്നുണ്ടല്ലോ, എന്താ UDFൻ്റെ സമീപനം? ഈ കാര്യങ്ങളൊക്കെ അവർ പറയേണ്ടതാണ്. പക്ഷെ ഇന്നിവിടെ ഞാനിത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് വീണ്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന 17ാം തീയതി വന്ന കത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാനും സംസ്ഥാനത്തെ ജനങ്ങളുടെ മൂക്കും വായും അടച്ചു കെട്ടാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഞങ്ങൾക്ക് ന്യായമായി കിട്ടാനുള്ള തരണം എന്ന് പറയാനാവുന്നത്. അതാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഇതിൻ്റെ കോപ്പി, ഈ പോയിന്റ്സ് കാണിച്ചുള്ള ലെറ്റർ ഉണ്ട്, അതിൻ്റെ കോപ്പി നിങ്ങളുടെ അടുത്തേക്ക് എൻ്റെ പോയിന്റ്സ് തരികയും ചെയ്യാം. 17,000 കോടി കിട്ടാതെ ഈ മാർച്ച് ഏപ്രിൽ മുമ്പ് ശമ്പളവും പെൻഷനും മുടക്കുന്ന അവസ്ഥയിലേക്ക് പോകുമോ? അല്ല, ശമ്പളവും പെൻഷനൊന്നും മുടങ്ങാതെ ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണല്ലോ നമ്മൾ നടത്തുന്നത്. പക്ഷേ എല്ലാ തരത്തിലും ഇങ്ങനെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. 17,000 എന്ന് ഞാൻ പറഞ്ഞത് ഈ വർഷം മാത്രം ബോറോയിങ്ങിൻ്റെ ലിമിറ്റിൽ വന്ന വെട്ടിക്കുറവാണ്. അതിനകത്ത് ഏറ്റവും അവസാനം വന്നത് അതെല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. ആദ്യത്തെ ഈ 10-12,000 കോടി രൂപ വന്നതോട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇപ്പോൾ ഈ 5,900 കോടി കൂടി ഇപ്പോൾ വന്നേക്കുന്നത്. അത് ഒരു സ്റ്റേറ്റിനും ഒറ്റയടിക്ക് താങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം നമുക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഒന്നും അധികം ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവർ കൊണ്ടുപോകുന്നതെന്ന് ഇവർ അത്ഭുതപ്പെടുമായിരിക്കും. ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ അതിദാരിദ്ര്യ മുക്തമാക്കി കേരളം, എങ്ങനെയാണ് കേരളം അതിദാരിദ്ര്യ മുക്തമാകുന്നതൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം, അവരുടെ സമീപനം എന്താണെന്നും അവരുടെ രാഷ്ട്രീയം എന്താണെന്നും വ്യക്തമാക്കുന്ന കാര്യമാണല്ലോ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിലൊക്കെ വന്നത്. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുകയാണ് ഫലത്തിൽ ചെയ്തത്. അതിൻ്റെ നിയമം വന്നിട്ട് ശതമാനക്കണക്കിൻ്റെ വ്യത്യാസമൊന്നുമില്ല, അത് ഏകദേശം ഇല്ലാതാവും. നാട്ടിൽ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാൻ വയ്യാതെ ആത്മഹത്യ, കാർഷിക മേഖല കർഷക തൊഴിലാളികളും കർഷകരും ആത്മഹത്യ ചെയ്ത സമയത്താണല്ലോ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാൻ ഗ്രാമീണ ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ അടുത്ത വർഷം തൊട്ട് ഫലത്തിലില്ലാതാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പം നിയമം പാസ്സാക്കി. എന്നിട്ടോ BJPയുടെ പ്രവർത്തകർ നാട്ടിലൊക്കെ പ്രചരണം നടത്തുക, പലതരത്തിലുള്ള സോഷ്യൽ മീഡിയയും മറ്റും ഒക്കെ ഉണ്ടല്ലോ അവർക്ക്. അവർ പ്രചരണം നടത്തുന്നത് ഞങ്ങൾ 125 ദിവസമായിട്ട് ജോലി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നാണ്. 125 ദിവസമായി ജോലി കൊണ്ടുവരാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ആ ജോലി വരില്ല എന്ന് മാത്രമല്ല, നേരത്തെ കൊടുക്കുന്നതിൻ്റെ പകുതിയാക്കി അവരുടെ ബഡ്ജറ്റ് കുറയ്ക്കുന്നു. അവർ പറയുന്ന ജില്ലകളിൽ മാത്രം, പറയുന്ന പഞ്ചായത്തിൽ മാത്രമേ നടത്താൻ പറ്റൂ. ഡേറ്റ് കുറയ്ക്കും. ഇപ്പോൾ കേരളത്തിൽ 9 കോടി തൊഴിൽ ദിനങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ അവർ തീരുമാനിക്കും നിങ്ങളുടെ തൊഴിൽ ദിനങ്ങൾ 5 കോടി മതി എന്ന് പറഞ്ഞാൽ അത്രയും പണം അനുവദിക്കും. അത് തന്നെ കൊടുക്കുന്ന പഞ്ചായത്തിൽ, അവർ തീരുമാനിക്കുന്ന പഞ്ചായത്തിലേ വരും. ചുരുക്കത്തിൽ ഈ സാധാരണക്കാരെ സഹായിക്കുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഇല്ലാതാവുന്നു. പേരുമാറ്റലും നിയമത്തിൻ്റെ സെക്ഷനും മാത്രമല്ലേ, ഫലത്തിൽ അത് ഇല്ലാതാവുമ്പോഴാണ് അടുത്ത വർഷങ്ങളിൽ നോക്കിയോ. മുഖ്യമന്ത്രി ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം. അപ്പൊ നേരത്തെ ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പോ തെരുവിലിറങ്ങി സമരം ചെയ്തായിരുന്നു ജനതാ മതം. അതുപോലെ ഏതെങ്കിലും സമര മാതൃകകൾ തയ്യാറെടുക്കുന്നു? സമരം എന്ന് പറയുന്നത് പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ ഇന്ന് തന്നെ ഞാൻ കേന്ദ്രമന്ത്രിയെ കാണാൻ അപ്പോയിൻമെൻറ്റ് തന്നു. കേന്ദ്രമന്ത്രി വന്നു, കണ്ടു, സംസാരിച്ച് ഈ കാര്യങ്ങൾ, ഞങ്ങളുടെ ന്യായമായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ അത് ചെയ്യുന്നത്. ആ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇത്രയും വലിയൊരു പേയ്മെൻറ്റ് ക്രൈസിസ് ഉണ്ടാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളെന്ന നിലയിൽ നമ്മൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ പരസ്പര സഹകരണത്തിൻ്റെ കാര്യമാണ്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ എക്കണോമിക് പെർഫോമൻസ് മെച്ചപ്പെടുന്നുണ്ട്. സാമ്പത്തിക മേഖലയിൽ നല്ല മെച്ചം വന്നിട്ടുണ്ട്, കൺട്രോൾ വന്നിട്ടുണ്ട്. നമ്മുടെ വലിയ ബോറോയിങ്ങിന് തന്നെ പെർസെൻറ്റേജ് GSDPയുടെ 38% വരെയായിരുന്നു നമ്മുടെ ടോട്ടൽ ബോറോയിങ് എങ്കിൽ അത് 34% കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഒരു 4-5 സംസ്ഥാനങ്ങൾക്കകത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. റവന്യൂക്ക് പരിമിതി ഉണ്ടെങ്കിൽ പോലും അത് സിസ്റ്റമാറ്റിക് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് കേന്ദ്രം അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, റിസർവ് ബാങ്കിൻ്റെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഇന്ത്യയിലെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ല ഗ്രോത്തുള്ള സംസ്ഥാനം എന്ന നിലയിൽ ഈ കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ആ ഗ്രോത്തുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് കേരളം ഒന്നിൻ്റെയും ഇത്തരം കാര്യങ്ങളുടെ മുന്നിലൊന്നും കേരളം അങ്ങനെ ഒരു ഉപരോധത്തിന് ശ്രമിച്ചാലും കേരളമൊന്നും മുട്ടുമടക്കാനും ജനങ്ങൾ മുട്ടുമടക്കാനും പോകരുതെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ചിന്ത. പക്ഷേ എപ്പോഴും സംഘർഷത്തിൻ്റെ പാതയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. സുപ്രീം കോടതി കേസിൽ നമ്മൾ പോയിട്ടുണ്ട്, അതിന് ദേഷ്യം ഉണ്ടാവും. സുപ്രീം കോടതി ആദ്യമേ ഒറ്റ സംസ്ഥാനമേ സുപ്രീം കോടതിയിൽ ഇങ്ങനെ കേന്ദ്രത്തിൻ്റെ നയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പോയിട്ടുള്ളൂ. ഭരണഘടനാ പ്രശ്നമായിട്ട് അത് ഉന്നയിച്ചു.
അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പണം അനുവദിച്ചു തന്നു. അതുപോലും ഇപ്പോൾ വിഡ്രോ ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞില്ല, 1922 കോടി അതിൽ നിന്ന് അന്ന് അനുവദിച്ചു തന്നു. ഇപ്പോഴായാലും ആ കേസിനകത്ത് ഗ്രൗണ്ട് ഉണ്ട്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് മുന്നേ കിടക്കുകയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് തന്നെ ഭരണഘടനാ കാര്യമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു ഭരണഘടനാ ബെഞ്ചിനെ തന്നെ നിയമിച്ചു, അല്ലെങ്കിൽ നിശ്ചയിച്ചു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വശത്തുകൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, മറുവശത്ത് അങ്ങേയറ്റം ഭരണമെന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ സഹകരിച്ച് പോകേണ്ടതാണ്. അതുകൊണ്ട് ഇതൊന്നും വ്യക്തിപരമായിട്ടല്ല, ഒരു നയമെന്ന നിലയിൽ ഇത് ഞങ്ങൾക്ക് ഈ തീരുമാനങ്ങൾ ന്യായമായി എടുക്കണമെന്നുള്ള റിക്വസ്റ്റ് നമ്മൾ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഇന്ന് വന്നത്. ആ റിക്വസ്റ്റ് അവർ പരിശോധിക്കും, അനുകൂലമായ കാര്യങ്ങൾ എടുക്കും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വാതിലിൽ വന്ന് മുട്ടുന്ന സമയം, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് സാമ്പത്തിക ചെലവ് ഏറ്റവും കൂടുതൽ വരുന്ന മാർച്ച് മാസത്തിലേക്ക് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയം, ആ സമയത്ത് ഇങ്ങനൊരു കാര്യം വരുമ്പോൾ അത് വളരെ അടിയന്തരമായിട്ട് കേന്ദ്രം തിരുത്തിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് വരുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ കേരളത്തിലെ ജനങ്ങളെല്ലാം കൂടി അതിന് കീഴ്പ്പെടുമെന്നല്ല ഞാൻ കരുതുന്നത്. കേരളത്തിലെ ജനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഈ കേരളത്തെ സംരക്ഷിക്കാൻ, കേരളത്തിൻ്റെ ഈ പെർഫോമൻസും കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിനും വേണ്ടി ഒരുമിച്ച് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെ ഒരു അവസരമായിട്ട് കേരളത്തെ കൂടുതൽ ചവിട്ടിത്താഴ്ത്താനായിട്ട് ശ്രമിക്കുന്ന, പ്രചരണം നടത്തുന്ന BJP ഉണ്ട്, UDF ഉണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് നമുക്ക് കണ്ടു കാണാം. അവരങ്ങനെ പറയുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ നിന്ന് അവർ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാത്തവരായിട്ട് എക്സ്പോസ് ചെയ്യപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.